വേണ്ടെന്ന് പറഞ്ഞു. അത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായി ബാധിച്ചു തോന്നുന്നു? അയ്യോ, നെഗറ്റീവായി ബാധിച്ചാലും ഒരു സന്തോഷമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു സന്തോഷം ഒന്ന് ഞാൻ പറഞ്ഞു, ഇടതുപക്ഷം മുൻപോട്ട് വെച്ച ഒരു രാഷ്ട്രീയ നിലപാട്, അതിൽ നിന്ന് കടുകുമണി വ്യതിചലിക്കാതെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വരെയും മുൻപോട്ട് പോകാൻ കഴിഞ്ഞു. ഞങ്ങൾ ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ജനങ്ങളുമായി ചർച്ച ചെയ്തത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയം ശരിയായി തന്നെ വിലയിരുത്തപ്പെട്ടുകൊള്ളണമെന്നുമില്ല. നമുക്ക് സാവകാശത്തിൽ അതെല്ലാം ശരിയായി തന്നെ പരിശോധിക്കാം. ശരിയായി പരിശോധിച്ച് നാടിനും ജനങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്തി മുൻപോട്ട് പോകും. PV അൻവർ പിടിച്ച വോട്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. അത് LDFന്റെ അടക്കം വോട്ട് പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? അതോ ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായി PV അൻവറും കുറെ വോട്ട് പിടിച്ചു, അങ്ങനെയൊക്കെ ഒരുപാട് വിലയിരുത്തലുകൾ വരുന്നുണ്ട്? അല്ല, ഭരണവിരുദ്ധ വികാരമാണെന്ന് ഞാൻ വിലയിരുത്തുന്നില്ല ഈ ഘട്ടത്തിൽ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പിന്നെ ഓരോരുത്തരും വോട്ടൊക്കെ പിടിച്ചതിനെ സംബന്ധിച്ച് എന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ അത്തരമൊരു വിശദാംശങ്ങളിലേക്ക് കടന്നുപോയിട്ട് ചർച്ച ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്ന് വരില്ല. എല്ലാവരും പിടിച്ച വോട്ടുകളെല്ലാം നമ്മുടെ മുൻപാകെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ വിശദമായി തന്നെ വിശകലനം ചെയ്യാം. പിന്നെ എം സ്വരാജിന്റെ പഞ്ചായത്ത് പോത്തുകല്ലില് പിന്നിൽ പോകുന്നു, അതുപോലെ തന്നെ സ്വന്തം ബൂത്തിലടക്കം പുറകിൽ പോകുന്നു. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു തരത്തിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല എന്നതാണ് വലിയ വിമർശനം. അതിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഈ പറയുന്ന പോത്തുകല്ല്, എനിക്ക് തോന്നുന്നു പോത്തുകല്ലാണ് മറ്റേ ഒരു റൗണ്ടില് മുന്നിൽ വന്നതെന്ന് തോന്നുന്നു. ഒരു റൗണ്ട് എണ്ണുമ്പോ മുന്നിൽ വന്നൊരു പഞ്ചായത്ത് പോത്തുകല്ലാന്ന് തോന്നുന്നു. പിന്നെ തോൽക്കുമ്പോ എല്ലായിടത്തും അങ്ങനെ വരും. ഇപ്പൊ ഇവിടെ ജയിച്ച സ്ഥാനാർത്ഥിയുടെ ബൂത്തിൽ അദ്ദേഹം 2016 തോക്കുമ്പോ, അല്ലെങ്കിൽ ആ നഗരസഭയിൽ അവർ പുറകിലായിരുന്നോ മുന്നിലായിരുന്നോ? അപ്പൊ അതുകൊണ്ട് അദ്ദേഹം മോശക്കാരനാവോ? ഇങ്ങനൊന്നും വിലയിരുത്തലിനോട് എനിക്ക് യോജിപ്പില്ല. 2016 പരാജയപ്പെടുമ്പോ UDF സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ നാട്ടിൽ പുറകിലാണ്, ജയിക്കുമ്പോ മുന്നിൽ വരും, അത്രേ ഉള്ളൂ. പിന്നെ പോത്തലിലാണെങ്കിൽ ഒരു റൗണ്ട് മുന്നിൽ വന്നത് നമ്മളുണ്ടായിരുന്ന പ്രദേശമൊക്കെ തന്നെയാണ് തോന്നുന്നു. അതുകൊണ്ട് അത് വലിയ നേട്ടമാണെന്ന് ഞാൻ പറയുന്നില്ല. അതിനെ അങ്ങനെയൊന്നും അല്ല വിലയിരുത്തേണ്ടത്. ഇപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ രാഹുൽ ഗാന്ധി അവിടെ ജന്മനാട്ടിൽ തോറ്റിട്ടല്ലേ ഇവിടെ ഒന്ന് ജയിച്ചത്? അതൊക്കെ പറയാന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പ്രചരണത്തിൽ അഭിരമിക്കുന്നത് ഒരു അരാഷ്ട്രീയമായ പ്രവണതയാണ്. ഇവിടെ മണ്ഡലത്തിൽ പൊതുവിൽ ഞങ്ങൾക്ക് തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്, ഞങ്ങൾക്ക് പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. അത് എല്ലായിടത്തും ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഞങ്ങൾക്ക് മുൻപോട്ട് വരാൻ കഴിഞ്ഞില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ബാക്കിയെല്ലാം ഭരണവിരുദ്ധ വികാരമല്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അതോടെ MV ഗോവിന്ദന്റെ പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ പരാമർശം ഉണ്ടായിരുന്നല്ലോ, ഈ RSSമായി സഹകരിച്ചിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമെന്ന്. അത് ഏതെങ്കിലും തരത്തിൽ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്? അതൊക്കെ ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ ഘട്ടത്തിൽ ചർച്ച ചെയ്യുകയും നിങ്ങളോട് എനിക്കൊന്നും താങ്കൾ അന്നില്ല, താങ്കളുടെ വേറെ പ്രതിനിധിയാണ്, വളരെ വിശദമായി തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചതാണ്. മുഖ്യമന്ത്രിയും അതിനുശേഷം വ്യക്തവും കൃത്യവും കാര്യമാത്ര പ്രസക്തവുമായി വിശദീകരിച്ചൊരു കാര്യമാണ്. അതൊന്നും ഇനി പ്രസക്തമല്ല. അതൊന്നും ഇനി അങ്ങനെ ഒരു ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അയ്യോ, നെഗറ്റീവായി ബാധിച്ചാലും ഒരു സന്തോഷമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു സന്തോഷം ഒന്ന് ഞാൻ പറഞ്ഞു, ഇടതുപക്ഷം മുൻപോട്ട് വെച്ച ഒരു രാഷ്ട്രീയ നിലപാട്, അതിൽ നിന്ന് കടുകുമണി വ്യതിചലിക്കാതെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വരെയും മുൻപോട്ട് പോകാൻ കഴിഞ്ഞു. ഞങ്ങൾ ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ജനങ്ങളുമായി ചർച്ച ചെയ്തത്. ഞങ്ങളെ എതിർക്കുന്നവർ ഓരോ ഘട്ടത്തിലും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച വിവാദങ്ങളുടെ പുറകെ ഞങ്ങൾ പോയില്ല. ഞങ്ങൾ ഏതെങ്കിലും വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതുമില്ല. ഞങ്ങളുടേതായ നിലയിൽ മുൻപോട്ട് പോയി ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജനങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞു. അത് ആ നിലയിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ വന്നില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും അക്കാര്യത്തിലെല്ലാം ഞങ്ങൾക്ക് അഭിമാനമാണുള്ളത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കോ ഒത്തുതീർപ്പിനോ പോകേണ്ടതായി വന്നില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്തും പറയുന്നു, ഒരു വർഗീയവാദിയുടെയും ഒരു പിന്തുണയും ഒരു കാലത്തും ഞങ്ങൾക്ക് ആവശ്യമില്ല. അതിന്റെ പേരിൽ ഇനിയും എത്ര പരാജയപ്പെട്ടാലും നിലപാട് തന്നെ, അതിലൊരു മാറ്റവും ഇല്ല. ശരിയായ നിലപാടുകൾ എല്ലായ്പ്പോഴും അംഗീകരിക്കപ്പെട്ടു എന്ന് വരില്ല. അത് കരുതി ശരിയായ നിലപാടുകളെ കൈയൊഴിയാൻ നമുക്ക് പറ്റില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെല്ലാം രാഷ്ട്രീയമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്.